അമിതാഭ് ദുൽഖറൊക്കെ അടിച്ച് പൊളിച്ച് ഇതധികം ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണ്ടേന് ലാസ്റ്റ് മൊമെന്റ്. ആരൊക്കെ വേണം സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ട്. സീൻ വരെ അതിഗംഭീര സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അമിതാഭ് ബച്ചൻ നിറഞ്ഞടി. ഗംഭീര പടം, ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. ഒരു രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമ്മൾ പറയാനുള്ള മലയാളികളും എല്ലാവരും ഗംഭീരം. അന്നാപ്പൻ, ദുൽഖർ, അമിതാഭ്, ദുൽഖറൊക്കെ അടിച്ച് പൊളിച്ച് പ്രഭാസൊക്കെ തൂത്തുവാരി എന്താ കാണിങ്ങനെ അടിച്ച് കസറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര ഇത് വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ട ഒരു ചരിത്രമായി മാറാൻ പോകുന്നത്. ക്യാമിയോ ഒന്നും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണിത്. 1000 കോടിയിൽ സാറ് പ്രഭാസിനെ വിളിച്ചായിരുന്നോ? പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പോൾ എന്തായാലും ഗംഭീര പടമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി ഒന്നല്ല, അതിൽ മേലെ ഉറപ്പാണ്. ഗംഭീര പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കമലഹാസന് അമിതാഭ് ബച്ചനൊക്കെ കാണിച്ച് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇനി സെക്കൻഡ് പാർട്ടിൽ ആരൊക്കെ വേണം? സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടി ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സൂപ്പർ കിടക്കാച്ച പടം ഇത് നമ്മളെ അമിതാഭ് ബച്ചൻ, ദുൽഖർ കളിക്കാൻ വയ്യ. പക്ഷെ കമലഹാസൻ ലാസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ തെറിച്ചത്. ആദ്യം സങ്കടമായി, ആ പെണ്ണ് ഗർഭമായിട്ട് വന്നത് ആകെ സങ്കടമായി. പക്ഷെ ലാസ്റ്റ് ആ ഇവൻ വന്നത് ആ ഇതിലത്തെ നടൻ പ്രവേശത്തെ നടൻ ഒന്നും പറഞ്ഞു കിടക്കാച്ചി. ഇത് അതല്ല ലാസ്റ്റ് റോമ വന്നത്. ഇതധികം ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണ്ടേന് ലാസ്റ്റ് മൊമെന്റ്. ഇത് ശരിക്കും കളിക്ക് സൂപ്പർ പടം, കിടക്കാച്ചി പടം. ഇത് കണ്ടപ്പോ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ ബാഹുബലിത്തെ അമിതാഭ് ബച്ചന് പ്രഭാസിന് ഇഷ്ടം. കാരണം ദുൽഖറിന് ഇഷ്ടമില്ലാണ്ടല്ല, ദുൽഖറിന് ഇഷ്ടമാണ്. പക്ഷെ അവിടെ പിന്നെ പാട്ടും ഇതൊക്കെ ഉണ്ടാവുന്ന വെച്ച് ആ സ്റ്റെപ്പ് ഇടാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ അതൊന്നും ആയില്ല. അത് ബാഹുബലിയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്തായാലും സംഗതി കിടക്കാച്ചി ഉണ്ട്. കിടക്കാച്ചി 1000 കോടി നേടോ? അത് സംശയം വേണ്ട. അത് കണ്ടില്ലേ രോമാഞ്ചം ഇന്നത്തെ സല്യൂട്ട് അടിക്കണ കണ്ടില്ലേ? സംഭവം ഇത് കയറും. ഇപ്പൊ തന്നെ ഇതിന്റെ ഇത് കയറി ഉണ്ടാവും. അതിന്റെ ഇവർക്കൊക്കെ ഫോം വന്നിട്ടുണ്ട്. ഈ സിൽമർക്കൊക്കെ ഇതിന്റെ ഫോം വന്നിട്ടുണ്ടാവും. സംഗതി എന്താ പറയാ വേറെ ലെവലായിട്ടുണ്ടാവും. ഇനി ഇതിനെ മറച്ചു വെക്കണമെങ്കിൽ വേറെ പടം വരണം. ഇനിയിപ്പോ ഒരു പടം വരണ്ടേ, ലാലേട്ടന്റെ പടം. അത് നമ്മൾ യൂസഫിന്റെ 2ാം ഭാവം. അതെങ്ങനെ ആവും? അതിൽ കുറച്ച് ഞാൻ തല വെച്ചിട്ടുണ്ട്. ക്ലിക്കായാൽ അടിപൊളി വൈബൊക്കെ ഇത് അടിപൊളി. പറയാൻ നിൽക്കുന്നില്ല. ഈ പടം ഇപ്രാവശ്യം റോക്കറ്റ് പോലെ കയറും. ഇതിപ്പോ കിടക്കാച്ചി നമ്മളെ അമിതാഭ് ബച്ചൻ ഇങ്ങനെ ഹിന്ദിയിൽ തകർന്നത് ഞാൻ കേട്ടിട്ടല്ലോ. പക്ഷെ ഈ തമിഴില് ഈ ഇതിൽ ഞാൻ വിചാരിച്ചില്ല. അതുപോലെ ദുൽഖർ കിടക്കാച്ചി എന്ത് പടം എന്ന് പറയാ. ആകെ ഇങ്ങനെ കോരി തരിക്കായിരുന്നു റോക്കറ്റ് വന്ന പോലെ. പക്ഷെ ലാസ്റ്റ് കൂടി ഒന്ന് മുട്ടിക്കാണ്ടിരുന്നു. ലാസ്റ്റ് ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതാവും. അടുത്ത ഭാഗമുണ്ടാവും. കാത്തിക്കാന്ന് നെക്സ്റ്റ് കാത്തിക്ക അതും കിടക്കാച്ചാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ സങ്കടമാവും. ആ വന്ന ആൾക്കാരുടെ ആവശ്യം ഇങ്ങനെ ഇല്ലാണ്ടാവും. ഇത് ഒന്നും കൂടി വൈബ് ആണെങ്കിൽ സംഗതി ഇതുപോലെ കിടക്കാച്ചി ചെയ്യണം. ഇനി സിനിമ കാണണോ? ഒന്നുകൂടി കാണുന്നുണ്ടോ? ഇനിയിപ്പോ കാണാൻ പോകണ്ട്. പക്ഷെ ഇനിയിപ്പോ പോകുമ്പോ ഞാൻ ഇവിടുന്ന് ബസ്സിന് കാശ് പിടിച്ചിട്ട് പോകേണ്ടി വരും. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 100 വരും. ഇവിടെ
വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പുരാണ കഥകൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അതായത് എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. നമ്മളെല്ലാം ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിരിക്കുന്ന ഒന്നിലൊരു പ്രത്യേക കാലഘട്ടം സെറ്റ് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ കഥ പറയുക. ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഇത് പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതിഗംഭീര എഡിറ്റിംഗ് ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ സ്റ്റോറി ബിൽഡിങ്, അതായത് ഈ കഥാ പരിസരം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ഏതൊരു ഇങ്ങനെയുള്ള യൂണിവേഴ്സിൻ്റെയും ഒരു എന്താ പറയുക ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു പേസിൽ തന്നെയാണ് പോകുന്നത്. എന്നാലേ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എത്തിക്കുള്ളൂ. അതിൽ ആ ഒരു സ്ലോ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് പൊളിച്ചടിക്കിയിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് പ്രഭാസിൻ്റെ കൂടെ തന്നെ ഈ പ്രായത്തിലും പെർഫോം ചെയ്തിരിക്കുന്ന അമിതാഭ് ബച്ചൻ്റെയാണ്. പ്രഭാസ് ആ ക്യാരക്ടറിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹീറോ ലെവലിലേക്ക് വരാൻ ഒരു സ്ലോ ബിൽഡപ്പ് ആയിരുന്നെങ്കിൽ അമിതാഭ് ബച്ചൻ ആദ്യ സീൻ മുതൽ അദ്ദേഹത്തിൻ്റെ CGI കാണിക്കുന്ന സീൻ മുതൽ ക്ലൈമാക്സ് സീൻ വരെ അതിഗംഭീര സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അമിതാഭ് ബച്ചൻ നിറഞ്ഞാടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വില്ലനായിട്ടുള്ള കമൽഹാസൻ്റെ പെർഫോമൻസും ഇതുപോലെ എടുത്തു വരേണ്ടതാണ്. ആ ശബ്ദവും എനിക്കൊന്നു ഇത് 3D കാണുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കുമെന്ന്. കാരണം CGI ഇത്ര ഗംഭീരമായിട്ട് ഫ്ലോലെസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്ര ഗംഭീരമായ CGയാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു 10% മാത്രമേ ഒറിജിനുള്ളൂ, 90% CGയാണ്. പക്ഷേ നമുക്കൊരു ബിഗ് സ്ക്രീൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ അതിഗംഭീരമായ ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ഹാഫിൽ ബാഹുബലിയുടെ ഗെറ്റപ്പിൽ, അതായത് പുരാണ കഥാപാത്ര ഗെറ്റപ്പിൽ പ്രഭാസ് വരുന്ന സീനുണ്ട്. അത് തിയേറ്റർ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഡയറക്ടർ ആ രീതി ആ സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ ഗസ്റ്റ് റോളാണെങ്കിലും വിജയ് ദേവരക്കൊണ്ട ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളും അവരവരെ അർഹിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ സ്ക്രീൻ പ്രസൻസ്. അതുപോലെ ശോഭന, മലയാളത്തിൻ്റെ ശോഭന, അന്നാബൻ ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ അതിഗംഭീരമായ റോളുകളാണ് വന്നിരിക്കുന്നത്. ഇത് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടുണ്ടെന്ന് ഓൾറെഡി കൺഫേം ചെയ്തിട്ടാണ് അവസാനിക്കുന്നത്. അത് ഇതിൽ കൂടുതൽ ആക്ഷൻ നിറഞ്ഞ, കൂടുതൽ ഫൈറ്റുകൾ നിറഞ്ഞ ഒരു ഗംഭീര ഫീസ്റ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി. കാരണം സയൻസ് ഫിക്ഷൻ മൂവിയിൽ ഇത്രയധികം CGI പെർഫെക്ഷനോടെ വന്ന കംപ്ലീറ്റ് ഫ്ലോലെസ് എന്നല്ല പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ബോളിവുഡ് ലെവലിൽ ഏറ്റവും പെർഫെക്ഷനോടെ വന്ന ഒരു കംപ്ലീറ്റ് CGI ഫാൻറ്റസി, എന്താ പറയുക, സയൻസ് ഫിക്ഷൻ, പുരാണ കഥകൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ഫീസ്റ്റായിട്ടാണ് കൽക്കി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ്ലി തൃപ്തിപ്പെടുത്തി. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ലോ ആയിട്ട് തോന്നുന്നെങ്കിൽ പേടിക്കേണ്ട. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. നീണ്ട ഫൈറ്റുകൾ, അതിഗംഭീരമായ വിഷ്വൽസ്, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കൽക്കി.